ആ രോഗിയെ കാണിക്കാൻ കൊണ്ട സമയത്ത് കൈ പിടിച്ച് സ്റ്റെപ്പ് ഇറക്കി കൊണ്ടുപോയ ആളാ അപ്പൊ കാർ ഓടിച്ച് നടക്കുന്നത്. അപ്പൊ അത്രയും വിശ്വസിച്ച് നമുക്ക് ഇവിടെ വരാം അല്ലേ? മോനെ അല്ലേ? ഇപ്പൊ കാണാനൊക്കെ പറ്റുന്നുണ്ടോ? സന്തോഷമായോ ഇരിക്കുന്നത്? ചേട്ടാ ആരെ കാണിക്കാൻ വന്നേ? മകളിനെ കാണിക്കാം. കൊച്ചു കുട്ടികൾക്ക് വരെ ഇവിടെ ചികിത്സ. ഈ ഒരു അമ്മയെ വന്ന് കണ്ടു കഴിഞ്ഞാൽ എത്ര കാഴ്ചയില്ലാത്തവർക്കും കാഴ്ച തിരിച്ചു കിട്ടും എന്നുള്ള 100% ഉറപ്പാ അല്ലേ അമ്മേ? അതെ. ഞാൻ വരുന്നത് കന്യാകുമാരിയിൽ നിന്നാണ്. കന്യാകുമാരിയിൽ നിന്ന് ഇവിടെ വരാൻ കാരണം ഞാൻ അരവിന്ദ് ഹോസ്പിറ്റലിൽ 2 കൊല്ലത്തിന് മുമ്പ് പോയിട്ട് എന്നെ അവർ പറഞ്ഞു വിട്ടതാണ്. ദയവായിട്ട് അമ്മയുടെ യൂട്യൂബിൽ കണ്ട കാഴ്ച എനിക്ക് ഒരാള് അത് പകർത്തി തന്നു എന്റെ വാട്സാപ്പിൽ. അത് കണ്ട് പിറ്റാ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് ഇപ്പൊ മരുന്നെടുക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് എല്ലാം കാണാം. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം 100% കാണാം. പക്ഷെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും നമ്മുടെ ഈ ഒരു തൊടുപുഴയിലേക്ക് ആള് വരുന്നുണ്ട് പറയുമ്പം ഇവിടെ ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചേട്ടാ എവിടുന്നാ വരുന്നേ? മൈസൂർ കൊടകിൽ നിന്നാണ് വരുന്നത്. അപ്പം ആരെ കാണാൻ? ചേട്ടനെ കാണിക്കാനാണോ വന്നേ? കൊച്ചിനെ കാണിക്കാൻ. ഈ മോനെ കാണിക്കാനാ? എന്തായിരുന്നു പ്രശ്നം? കണ്ണിന് കാഴ്ച എന്നെ ജന്മനാ ഇല്ല. ജന്മനാ കാഴ്ചയില്ലാത്ത ഈ ഒരു മോനെയും കൊണ്ടാണ് ഇവർ 1 വർഷമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നേരത്തെ പോയിട്ടുണ്ടോ? ഇന്ത്യയിൽ ചുറ്റാത്ത സ്ഥലമില്ല. ഇന്ത്യയിൽ ഒരുവിധപ്പെട്ട കണ്ണാശുപത്രികളെല്ലാം പോയി ലക്ഷങ്ങൾ കളഞ്ഞു. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പൊ ഞാൻ വെറും 500 രൂപ മുടക്കിയാൽ ഏത് കാഴ്ചയില്ലാത്ത ആൾക്കും കാഴ്ച കിട്ടുന്ന ഒരു സ്ഥാപനം നിങ്ങളെ പരിചയപ്പെടുത്താണ്ട് വന്നത്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തൊടുപുഴയിൽ കല്ലൂർ മാതാ നേത്രാഗാന്ധി എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിന് മുന്നിലാണ്. അപ്പോൾ ഇവിടെ ഒരു അമ്മയുണ്ട്. ആ അമ്മയുടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ ഏത് കാഴ്ചയില്ലാത്ത ആൾക്കും കാഴ്ച തിരിച്ചു കിട്ടുന്നുള്ളൊരു 100% ഉറപ്പാണ്. അപ്പോൾ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ നേരെ അകത്തോട്ട് പോയിട്ട് അമ്മയോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കാം. അമ്മ അകത്തുണ്ട്. നമ്മൾ അമ്മയെ കാണാനായിട്ട് നേരെ അകത്തോട്ട് പോവാം. അതെ, നമ്മൾ ആ പറഞ്ഞ അവരമ്മ ഇതാണ്. അതായത് ഒരുപാട് ആളുകൾക്ക് കാഴ്ച തിരിച്ചു കൊടുത്ത ഒരു അമ്മയാണ് ഈ ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു അമ്മയെ വന്ന് കണ്ടു കഴിഞ്ഞാൽ എത്ര കാഴ്ചയില്ലാത്തവർക്കും കാഴ്ച തിരിച്ചു കിട്ടും എന്നുള്ള 100% ഉറപ്പാ അല്ലേ അമ്മേ? അതെ. അമ്മയെ വന്ന് കണ്ടു കഴിഞ്ഞാൽ എത്ര കാഴ്ചയില്ലാത്തവർക്കും കാഴ്ച കൊടുക്കും എന്നാണ് അമ്മ പറയുന്നത് അല്ലേ? ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച്, അതായത് ദൈവം തരുന്ന ആ കഴിവാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അമ്മക്ക് ഈ ഒരു കഴിവ് കിട്ടിയത് എങ്ങനെയാ? എൻ്റെ അമ്മച്ചിയിൽ നിന്നാണ് ഞാൻ ഈ ചികിത്സ പഠിച്ചത്. എൻ്റെ അമ്മച്ചി വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് രോഗികളെ ശുശ്രൂഷിച്ചു. അപ്പൊ ആ ശുശ്രൂഷയുടെ ഇതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള കാഴ്ചയുടെ അസുഖങ്ങളുണ്ട്. അതായത് പിന്നെ ജന്മനാലുള്ളതുണ്ട്, പാരമ്പര്യമായിട്ട് വരുന്നുണ്ട്, ഈ ഷുഗർ, അങ്ങനെയുള്ള എല്ലാ തരം ചികിത്സകളും ഇവിടെ ഉണ്ടോ? അതോ ഇന്ന ഒരു കാര്യത്തിന് മാത്രമേ ചികിത്സിക്കത്തുള്ളൂ? അല്ല, എല്ലാ രോഗങ്ങൾക്കും ചികിത്സ കൊടുക്കുന്നുണ്ട്. അത് എന്റെ കഴിവല്ല, ദൈവം എനിക്ക് മാറ്റം വരുന്നതാണ്. അതെ, ഏത് തരത്തിലുള്ള കണ്ണിന് കാഴ്ചയില്ലാത്തവരാണെന്നുണ്ടെങ്കിലും നമ്മുടെ അമ്മയുടെ അടുത്തെത്തി കഴിഞ്ഞാൽ, ഇവിടെ വന്നെത്തിക്കഴിഞ്ഞാൽ സുഖപ്പെടുത്തി കൊടുക്കും എന്നുള്ള 100% ഉറപ്പ് അല്ലേ? ഇവിടെ വരുന്ന ആൾക്കാർ പത്തി നോക്കി നന്നായി ചെയ്താൽ ഞാൻ കൊടുക്കുന്ന മരുന്നിന് 100% ഫലം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് ഉറപ്പ്. ഇതുവരെയും അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പം അമ്മ പറയുന്നത് വെച്ചാല് നമ്മുടെ ഇവിടെ വന്ന് അമ്മയെ കണ്ടു കഴിഞ്ഞാൽ അമ്മ അത് മാറ്റി തരുന്നുള്ളൊരു 100%. പക്ഷെ അമ്മ തരുന്ന മരുന്നുകൾ, അത് ഉപയോഗിക്കേണ്ട രീതികൾ, കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് പ്രോപ്പറായിട്ട് അതുപോലെ ചെയ്താൽ ഏത് കാഴ്ചയില്ലാത്തവർക്കും കാഴ്ച നേടിക്കൊടുക്കുമെന്നാണ് നമ്മുടെ അമ്മ പറയുന്നത്. അതുപോലെയാണ് ഇതുവരെ നടന്നിട്ടുള്ളത് അല്ലേ? അതെ അതെ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെ അടുത്തുള്ള ആർക്കെങ്കിലും ഒക്കെ ഇതുപോലെയുള്ള ഒരു കാഴ്ച, അതായത് ഒരു മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കാഴ്ചശക്തി എന്ന് പറയുന്നത് അല്ലേ? അതെ. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അടുത്തുള്ളവർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ അമ്മയുടെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ഇതിൽ വെക്കും. അമ്മയെ വന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അല്ലേ, അതിപ്പോ നിങ്ങൾക്ക് എവിടുന്ന് വേണമെന്നൊക്കെ, ഇപ്പം നമ്മുടെ ഇവിടെ എവിടുന്നൊക്കെ ചികിത്സയ്ക്ക് ആള് വരുന്നുണ്ടമ്മേ? ഇന്നിപ്പോ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും വരുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ ചികിത്സയ്ക്കായിട്ട് എത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും ആർക്കാണെങ്കിലും അല്ലേ കോൺടാക്ട് ചെയ്തിട്ട് എല്ലാ ദിവസവും ഇവിടെ വന്നാൽ മതിയല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതൊരു കാഴ്ചയില്ലാത്ത ആർക്കും കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് നമ്മൾ 100% ഞാൻ ഗ്യാരണ്ടി. ആഴ്ചയിൽ 4 ദിവസമായിട്ടല്ലേ? ഓരോ ആഴ്ചയിലും ഉണ്ടല്ലേ? എല്ലാ ആഴ്ചയിലും ഉണ്ട്, എല്ലാ ബുധനാഴ്ചയും ഉണ്ട്. ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങളെല്ലാം നിങ്ങളിവിടെ ഒരുക്കി കിടക്കും. ബുധനാഴ്ച ദിവസം സിദ്ധമ്മ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇവിടെ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോസ്റ്റാൻഡിലോട്ടങ്ങൾ ഭയങ്കര വരിവരിയായിട്ട് കിടക്കുക, ഓട്ടോ നിരന്ന് കിടക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഓട്ടം കിട്ടാറുണ്ട്. പല സംസ്ഥാനങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ വിദേശത്ത് നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. വിദേശത്ത് നിന്ന് ഒരാൾക്കാർ വരുന്നുണ്ട്. ഈ വീഡിയോ കാണുന്നവരെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ കാഴ്ചശക്തി ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരൊക്കെ വന്ന് അമ്മയെ കാണുക, ആശ്വാസം നേടുക അല്ലേ? നല്ല രീതിയിൽ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും
എന്താ പറയുക സാധാരണ ആളുകൾ ജീവിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു. താങ്ക് യു.